ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടി അരിയെല്ലാം ഇട്ടതിന് ശേഷം റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിരുന്നു. പിന്നെ കറിക്കായി അയില കിട്ടിയായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണമായിരുന്നു. തേങ്ങ, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുമന്നുള്ളി, പെരിഞ്ചീരകം, മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വെന്തുടനെ ശേഷം അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം പുളിവെള്ളയും ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കണം. തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുത്ത് കറി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ വറുത്ത ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി താളിച്ചെടുക്കാൻ വേണ്ടി ചുമന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈകിട്ട് കഴിക്കാൻ വേണ്ടി സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഏത്തപ്പഴം എടുത്ത് അതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായി. തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഏലക്കയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി വെള്ളം തിളച്ചപ്പോൾ നമ്മുടെ സേമിയയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. നെയ്യിലൊന്ന് പഴം വാട്ടിയെടുത്തതിന് ശേഷം ആ നെയ്യിൽ തന്നെയാണ് തേങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതെല്ലാം വേവിച്ച് വെച്ച സേമിയത്തിലേക്ക് ഇട്ടെല്ലാം ഒന്ന് മിക്സാക്കിയതിന് പാകത്തിനുള്ള മധുരയും ചേർത്ത് കൊടുത്ത് എല്ലാം മിക്സ്